Lily sighed as the second bell rang at school. The rain showed no sign of stopping or slowing down. The cold wind was still blowing. If she was late for the classes, her teacher would scold her. At times, she would beat her too. Lily started running to school. The rain drenched her clothes again. She held her books and slate close to her chest. Suddenly, she slipped and fell on the road. Her skirt was soiled and got torn. Her knees were bruised and blood oozed out. Still, she felt no pain. A page of her book was torn. Her slate was broken as well. She stood in the rain and cried bitterly. സ്കൂളിൽ സെക്കൻഡ് ബെൽ അടിക്കുന്നത് ലില്ലി കേട്ടു. അവൾ ഒരു നെടുവീർപ്പിട്ടു. ദ റെയിൻ ഷൗഡ് നോ സൈൻ ഓഫ് സ്റ്റോപ്പിംഗ് ഓർ സ്ലോയിങ് ഡൗൺ. മഴ തോരുന്ന ഒരു ലക്ഷണവുമില്ല. തണുത്ത കാറ്റിപ്പോഴും വീശിയടിക്കുന്നുണ്ട്. അവൾ സ്കൂളിൽ വൈകി ചെന്നാൽ ടീച്ചർ അവളെ വഴക്ക് പറയും. ചിലപ്പോഴൊക്കെ അടിയും കിട്ടും. ലില്ലി സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. മഴ വീണ്ടും അവളെ ആകെ നനച്ചു. അവൾ അവളുടെ ബുക്കും സ്ലേറ്റും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സഡൻലി ഷീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഓൺ ദ റോഡ്. മഴയത്തുകൂടെ ഓടിയപ്പോൾ അവളുടെ കാല് തന്നെ അവൾ വീണു. ഉടുപ്പിലാകെ ഒന്നുകൂടെ ചെളി പുരണ്ടു. അത് കുറെ കൂടെ കീറുകയും ചെയ്തു. അവളുടെ മുട്ട് പൊട്ടി ചോര വന്നു. എങ്കിലും അവൾ വേദനയൊന്നും അറിഞ്ഞില്ല. പുസ്തകത്തിന്റെ ഒരു താള് കീറിപ്പോയി. സ്ലേറ്റിന്റെ ഒരു മൂല പൊട്ടി. അവൾ മഴയത്ത് നിന്ന് കരഞ്ഞു. Why did Lily feel no pain though blood oozed out of her bruise? കാല് പൊട്ടി ചോര ഒഴുകിയിട്ടും അവൾ വേദന അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആകെ മഴ നനഞ്ഞ് തണുത്തു വിറച്ച് മരച്ച ശരീരമാണ് ലില്ലിയുടേത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേദന അറിയാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ ഏറെ വേദനയായിരുന്നു സ്കൂളിൽ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പുസ്തകത്തിന്റെ താള് കീറിപ്പോയി. സ്ലേറ്റും നിലത്ത് വീണ് ഉടഞ്ഞിരിക്കുന്നു. മനസ്സിന് അതിനേക്കാൾ ഏറെ വേദനയും ഉണ്ട്. She was totally drenched in rain. The bitter cold made her shiver. So, she felt no pain though blood oozed out of her bruise. When she reached school, some children began laughing at her. The teacher banged the cane on the table and everybody became silent. The teacher glared at Lily. Why did you come drenched in the rain? Don't you have an umbrella? No, teacher, said Lily, wiping her tears with her hand. Go and stand in the veranda. You'll dirty the classroom. The teacher pointed to the veranda. Lily saw Gracie giggling. Her heart sank. The rain had stopped, but tears still rolled out of her cheeks. ലില്ലി സ്കൂളിലെത്തി. അവൾ ക്ലാസ് മുറിയുടെ വാതിക്കൽ ചെന്നപ്പോൾ കുട്ടികളെല്ലാവരും അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ചൂരൽ വടികൊണ്ട് അവരുടെ ടീച്ചർ മേശപ്പുറത്ത് അടിച്ചു. അപ്പോൾ കുട്ടികൾ നിശബ്ദരായി. എന്തിനാ കുട്ടി ഈ മഴയത്ത് വന്നത്? കുടയില്ലായിരുന്നോ എന്ന് ടീച്ചർ അവളോട് ചോദിച്ചു. ഇല്ല, അവൾ മറുപടി പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ഒരു കൈ കൊണ്ട് കണ്ണു തുടച്ച് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് കുടയില്ല എന്ന്. അപ്പോൾ ടീച്ചർ എന്താണ് പറഞ്ഞത്? ക്ലാസ് മുറി വൃത്തികേടാക്കാതെ പോയി വരാന്തയിൽ നിൽക്കുമെന്ന് പുറത്തേക്ക് വരാന്തയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു. ക്ലാസ് മുറിയിൽ ഇരുന്ന് ഗ്രേസി അടക്കി ചിരിക്കുന്നത് ലില്ലി കണ്ടു. അവളുടെ ഹൃദയം നീറി. കുറെ സമയം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരപ്പോഴും ഒഴുകുന്നുണ്ടായിരുന്നു. The teacher did not allow Lily to enter the class. What do you think about the teacher? ടീച്ചർ ലില്ലിയെ ക്ലാസ്സിൽ കയറ്റാൻ അനുവദിച്ചില്ല. എന്താണ് ടീച്ചറുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? Lily saw Gracie giggling. Why did Gracie giggle? What was its effect on Lily? മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ലില്ലിയെ കണ്ടപ്പോൾ ഗ്രേസി അടക്കി ചിരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഗ്രേസി അടക്കി ചിരിച്ചത്? ഗ്രേസി ഷോസ് ഹർ കണ്ടംപ്റ്റ് ടുവാർഡ്സ് ലില്ലി. ഗ്രേസിക്ക് അവളോടുള്ള അവജ്ഞയാണ് അതിലൂടെ വ്യക്തമാവുന്നത്. വാട്ട് വാസ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ലില്ലി? ലില്ലിക്ക് എന്താവും അപ്പോൾ തോന്നിയിട്ടുണ്ടാവുക? ലില്ലി വിഷ് ടു ഹൈഡ് സംവെയർ. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി ഒളിക്കാനാണ് ലില്ലിക്ക് തോന്നിയിട്ടുണ്ടാവുക. കൂട്ടുകാരെല്ലാവരും തന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടിട്ട്. ലെറ്റ് us review the story.
How does the author describe the rainy season? എങ്ങനെയാണ് എഴുത്തുകാരൻ മഴക്കാലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? The sky was cloudy, a cold breeze was blowing, the trees on both sides of the country roads were swaying gently in the wind. What do you think of Gracie's attitude towards Lily? Gracie shows her contempt towards Lily. She giggled when the teacher scolded Lily. ഗ്രേസിക്ക് ലില്ലിയോടുള്ള വെറുപ്പാണ് അവിടെ കാണിക്കുന്നത്. അവള് ഗിഗിൾ ചെയ്തു അല്ലേ, അടക്കി ചിരിച്ചു. എപ്പോ? ടീച്ചർ ലില്ലിയെ ശകാരിച്ചപ്പോൾ ഗ്രേസി അടക്കി ചിരിക്കുകയാണ് ഉണ്ടായത്. ഡിസ്ക്രൈബ് ദ ആൺസ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. കഥയിലെ ആന്റിയുടെ കഥാപാത്രം എങ്ങനെയുള്ളതായിരുന്നു? ആൻഡ് വാസ് വെരി ക്രൂവൽ ആൻഡ് ഗ്രീഡി. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൾ ടു ഹെർ നീസ് ആൻഡ് നെഫ്യൂ ആൻഡ് ഓഫൺ ബീറ്റ് ദം അപ്പ്. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. എന്താ പറഞ്ഞിരുന്നത്? വളരെ ക്രൂരയായിരുന്നു, പിശുക്കിയായിരുന്നു, ഒരു പിശാചിനെ പോലെയാണ് ചില സമയങ്ങളിൽ അവൾ ലില്ലിയോടും ബേബിയോടും പെരുമാറിയിരുന്നത്. അവരെ ഒരുപാട് അടിക്കുമായിരുന്നു. പിന്നെ അവർ സ്കൂളിൽ പോകുന്നതൊന്നും ആൻറ്റിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഫ് യു വർ ലില്ലീസ് ഫ്രണ്ട്, ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ? നിങ്ങളായിരുന്നു ലില്ലിയുടെ ഫ്രണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അവളെ സഹായിക്കുമായിരുന്നു? കൂട്ടുകാർ എഴുതി നോക്കൂ. ലെറ്റ് us write. Lily was standing on the school veranda. The class teacher, Gracie, and the other children were looking at her. Lily's face became pale. What would Lily's thoughts be? ലില്ലി മഴയിൽ നനഞ്ഞു കുളിച്ച് വരാന്തയിൽ നിന്നപ്പോൾ ടീച്ചർ അവളെ വഴക്ക് പറയുന്നു, കുട്ടികളെല്ലാവരും അവളെ കളിയാക്കി ചിരിക്കുന്നു. അപ്പോഴെന്താവാം ലില്ലിയുടെ ചിന്തകൾ? എന്തായിരിക്കാം? What a damn day! Gracie did not allow me to share her umbrella. How selfish she is! Teacher did not allow me to enter the class. Why is she so cruel to me? Maybe she is right. I was drenched in the rain. But why should my classmates giggle when they saw me? I wanted to hide myself somewhere. Who is there to buy me an umbrella? I will tell baby to buy me one. Can he? Who knows? എന്തായിരിക്കാം ലില്ലിയുടെ ചിന്തകൾ? എന്തൊരു നശിച്ച ദിവസമാണിന്ന്. ഗ്രേസി എന്നെ കുടയിൽ കയറ്റിയില്ല. എത്ര സ്വാർത്ഥയാണവൾ. ടീച്ചറും എന്നെ ക്ലാസ്സിൽ കയറ്റിയില്ല. എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര ക്രൂരമായി പെരുമാറിയത് ടീച്ചർ? ഒരുപക്ഷേ ടീച്ചർ ശരിയായിരിക്കാം പറഞ്ഞത്. ഞാൻ ആകെ മഴയിൽ നനഞ്ഞു കുളിച്ചിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ വൈ ഷുഡ് മൈ ക്ലാസ്മേറ്റ്സ് ഗിഗിൾഡ് വെൻ ദേ സോ മീ? എന്തുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർ എന്നെ കണ്ടപ്പോൾ കളിയാക്കി ചിരിച്ചത്? എനിക്ക് എവിടെയെങ്കിലും ഒളിക്കാനാണ് തോന്നിയത്. ഐ വാണ്ടഡ് ടു ഹൈഡ് മൈസെൽഫ് സംവെയർ. എവിടേക്കെങ്കിലും ഒളിച്ചാലോ? ഹു ഈസ് ദർ ടു ബൈ മീ എൻ അംബ്രല്ല? ആരാണ് എനിക്കൊരു കുട വാങ്ങിത്തരിക? ഞാൻ ബേബിയോട് പറയാം എനിക്കൊരു കുട വാങ്ങിത്തരണമെന്ന്. ക്യാൻ ഹി? അവനെ കൊണ്ട് പറ്റുമോ? ഹൂ നോസ്? ആർക്കറിയാം. ലില്ലി ടോൾഡ് ബേബി എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് അറ്റ് സ്കൂൾ. ബേബി കൺസോൾഡ് ഹെർ. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ലില്ലി ആൻഡ് ബേബി. സ്കൂളിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ലില്ലി ബേബിയോട് പറയുന്നു. ബേബി ലില്ലിയെ ആശ്വസിപ്പിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. എന്തായിരിക്കാം ലില്ലി ബേബിയെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക? ബ്രദർ, ഗ്രേസി ഡിഡിൻറ്റ് അലോ മീ ടു ഷെയർ ഹെർ അംബ്രല്ല. ഐ വാസ് ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. എന്താ പറഞ്ഞത്? എന്നെ ഗ്രേസി അവളുടെ കുടയിൽ കയറ്റിയില്ല, ഞാൻ ആകെ നനഞ്ഞു മഴയിൽ. ബേബി എപ്പോഴെന്ത് പറയും? ഡോണ്ട് വറി ഡിയർ, ഗ്രേസി ഈസ് എ സെൽഫിഷ് ഗേൾ. സാരമില്ല പോട്ടെ മോളെ, ഗ്രേസി ഒരു സ്വാർത്ഥയായ പെൺകുട്ടിയാണ്. അപ്പോൾ ലില്ലി വീണ്ടും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ടീച്ചർ ഡിഡിൻറ്റ് അലോ മീ ടു എൻ്റർ ദ ക്ലാസ്. ഓൾ മൈ ക്ലാസ്മേറ്റ്സ് ഗിഗിൾഡ് വെൻ ദേ സോ മീ. ഐ ക്രൈഡ് എ ലോട്ട്. ടീച്ചറും എന്നെ ക്ലാസ്സിൽ കയറ്റിയില്ല. എന്നെ കണ്ടപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞു കാണും. അപ്പോൾ ബേബി എന്ത് പറയും? ഡോണ്ട് ക്രൈ അഗെയിൻ ഡിയർ. ഇനിയും വീണ്ടും നീ കരയില്ലേ മോളെ, ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ലില്ലി എന്ത് പറയും? ഐ വിഷ് ഐ ഹാഡ് ആൻ അംബ്രല്ല. ഒരു കുട ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബേബി എന്താ അത് കേൾക്കുമ്പോൾ പറയാ? ഐ വിൽ ഡെഫിനറ്റ്ലി ബൈ എ ന്യൂ വൺ ഫോർ യു. ഞാൻ തീർച്ചയായും മോക്കൊരു പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാം. Go and stand in the veranda. The teacher didn't allow Lily to enter the classroom. What do you think about the teacher's behavior? Write your views in a few sentences.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോയി വരാന്തയിൽ നിൽക്കാൻ ടീച്ചർ പറയുന്നു. ടീച്ചർ ക്ലാസ്സിൽ കയറ്റിയില്ല. എന്താണ് ടീച്ചറുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? അത് നിങ്ങളുടേതായ വാചകങ്ങളിൽ എഴുതുക. Pick out the words and sentences from the story which tell you that Lily and Baby were very poor. ലില്ലിയും ബേബിയും വളരെ ദരിദ്രരായിരുന്നു എന്ന് കാണിക്കുന്ന കഥയിലെ വാചകങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Lily and Baby were very poor. They had no umbrella. Lily was clad in quite old and torn clothes. She had only one skirt. At home, she always had to change into a bath towel. They were perhaps the poorest children in their school. എന്താ പറഞ്ഞേ? ലില്ലി ആകെ മുഷിഞ്ഞ പഴകിയ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ആകെ ഒരു പാവാടയാണ് അവൾക്കുണ്ടായിരുന്നത്. വീട്ടിലാണെങ്കിലോ ആ പാവാട മാറിയാൽ ഒരു തോർത്തുമുണ്ടാണ് അവൾ ഉടുത്തിരുന്നത്. അവരായിരിക്കാം ഒരുപക്ഷെ അവരുടെ സ്കൂളിലെ ഏറ്റവും ദരിദ്രരായ കുട്ടികൾ. ഈസ് റെയിൻ എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ടു യു? റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് ഓൺ റെയിൻ. നിങ്ങൾക്ക് മഴ എന്നതൊരു സന്തോഷപ്രദമായ അനുഭവമാണോ? മഴയെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക. Rain is a blessing to all the living beings on earth. It comes as a welcome relief after the heat and dust of the summer. We cannot think of life on this planet without rain. Water is life, and without rain, there will be no life on earth. We can see greenery everywhere during this season. എന്താ പറഞ്ഞിരിക്കുന്നത്? മഴയൊരു അനുഗ്രഹമാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മഴയൊരു അനുഗ്രഹമാണ്. വേനൽക്കാലത്തെ കൊടും ചൂടിൽ നിന്നും ഒരു ആശ്വാസം പോലെയാണ് മഴ എത്തുന്നത്. വി കനോട്ട് തിങ്ക് ഓഫ് ലൈഫ് ഓൺ ദിസ് പ്ലാനറ്റ് വിത്തൗട്ട് റെയിൻ. മഴയില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. വാട്ടർ ഈസ് ലൈഫ്. വെള്ളമാണ്, ജലമാണ് ജീവൻ എന്ന് പറയുന്നത്. ആൻഡ് വിത്തൗട്ട് റെയിൻ ദർ വിൽ ബി നോ ലൈഫ് ഓൺ എർത്ത്. മഴയില്ലെങ്കിൽ ഭൂമിയിൽ ഒരാളും തന്നെ ഉണ്ടാവില്ല. വി ക്യാൻ സീ ഗ്രീനറി എവരിവെയർ ഡ്യൂറിങ് ദിസ് സീസൺ. മഴക്കാലത്ത് നമുക്ക് എങ്ങും പച്ചപ്പ് കാണാൻ സാധിക്കും. യൂണിറ്റ് 3 The Little Girl and the Umbrella. A Saturday morning. A Saturday morning is taken from the famous novel Adventures of Tom Sawyer by Mark Twain. അമേരിക്കൻ റൈറ്ററായ മാർക്ക് ട്വെയിൻ്റെ ഫേമസ് നോവലായ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന നോവലിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പാഠഭാഗം. എ സാറ്റർഡേ മോർണിംഗ്. ടോം, നോ ആൻസർ. ടോം, നോ ആൻസർ. വേർ ക്യാൻ ഹി ബി? Aunt Polly asked herself. He must be somewhere here. She went to the door, looked out into the garden and shouted again, Tom, Tom. No answer. The old lady stood there thoughtfully. Suddenly, she heard a sound behind her. She turned round quickly. There was Tom near the cupboard door. He had jam all over his face. What have you been doing? Aunt Polly asked angrily. When Tom did not answer, she went on, You have been stealing jam again. Don't tell me that you haven't. Haven't I told you 100 times to keep away from that cupboard? Where's the stick? Aunt Polly took her stick and raised it high. She was about to strike Tom hard. Aunt Polly ടോമിനെ അന്വേഷിക്കുകയാണ്. ടോം എന്ന് വിളിച്ചിട്ട് അവൻ വിളി കേൾക്കുന്നില്ല. അവൻ എവിടെയായിരിക്കും? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആൺ പോളി ടോമിനെ തിരയുന്നു. അവൾ വാതിൽക്കൽ പോയി ഗാർഡനിലേക്ക് നോക്കി അവനെ വിളിച്ചു. നോ ആൻസർ. അവൻ എവിടെ പോയതായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഓൾഡ് ലേഡി അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. കബോർഡിൻ ഡോറിന്റെ അടുത്തായി ആര് നിൽക്കുന്നു? ടോം നിൽക്കുന്നു. അവന്റെ മുഖത്ത് ജാം ഉണ്ടായിരുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആൺപോളി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ടോം ഒന്നും പറഞ്ഞില്ല. നീ വീണ്ടും ജാം മോഷ്ടിച്ചോ? ഇല്ല എന്ന് നീ എന്നോട് പറയണ്ട. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ ഈ കബോർഡിന്റെ അരികിലൊന്നും വന്നു പോയേക്കരുതെന്ന്.
വടി എവിടെ? വേർ ഇസ് ദ സ്റ്റിക്ക്? ആൺ പോളി ടുക്ക് ഹെർ സ്റ്റിക്ക്. ആൺ പോളി വടിയെടുത്തു. ആൻഡ് റേസ്ഡ് ഇറ്റ് ഹൈ. അത് അടിക്കാനായി അവനെ ഓങ്ങി. അപ്പോഴേക്കും ലുക്ക് ബിഹൈൻഡ് യു ആൻറ്റി ഷൗട്ടഡ് ടോം. ആൺ പോളി ലുക്ക്ഡ് ബിഹൈൻഡ് ഹെർ. എന്താണ് ടോം പെട്ടെന്ന് പറഞ്ഞത്? ആൻറ്റി പുറകിലേക്ക് നോക്കൂ. അത് പറഞ്ഞതും ആൻറ്റി പുറകിലേക്ക് നോക്കി. ദിസ് വാസ് ടോംസ് ചാൻസ്. ഹി റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഹി ക്ലൈംഡ് ഓവർ ദ ഫെൻസ്. സൂൺ ഹി വാസ് ഫാർ അവേ. അപ്പോഴെന്താണ് ചെയ്തത്? ആൻറ്റി പിറകിലേക്ക് നോക്കിയ തക്കത്തിൽ ടോം അവിടുന്ന് ഓടി വെളിയിലിറങ്ങി ദൂരേക്ക് ഓടിപ്പോയി. ആൺ പോളി വാസ് ആംഗ്രി ബട്ട് ഷീ ലാഫ്ഡ്. ഹി ഈസ് എ ബാഡ് ബോയ് ഷീ സെഡ് ടു ഹെർസെൽഫ്. ആൺ പോളിക്ക് ദേഷ്യം വന്നു. എങ്കിലും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹി ഈസ് എ ബാഡ് ബോയ് ബട്ട് ഐ ലവ് ഹിം. ഹി ഈസ് മൈ പുവർ ഡെഡ് സിസ്റ്റേഴ്സ് ബോയ് ആൻഡ് ഐ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഹിം. പക്ഷെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. മരിച്ചുപോയ എന്റെ സഹോദരിയുടെ മകനാണവൻ. ഞാനാണവനെ പരിപാലിക്കേണ്ടത്. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിറ്റ് ഹിം ദോ ഐ ഹാവ് ടു അറ്റ് ടൈംസ്. ഇഫ് ഐ ഡോണ്ട് പണിഷ് ഹിം he'll grow up lazy and wicked. Yes, I must be strict. ആൺ പോളി sighed. എന്താണ് ആൺ പോളി പറയുന്നത്? എനിക്കവനെ തല്ലുന്നത് ഇഷ്ടമല്ല. എന്നിരുന്നാലും ചില സമയങ്ങളിൽ അത് വേണ്ടി വരുന്നു. ഞാനവനെ ശിക്ഷിച്ചില്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അവൻ മടിയനും ചീത്തയൊക്കെ ആയി പോവും. അതുകൊണ്ട് ഞാനവനെ ഇടയ്ക്ക് ശിക്ഷിക്കാറുണ്ട്. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൺ പോളി നെടുവീർപ്പിടുകയാണ്. I'll have to punish him for stealing the jam. But how? I know. Tomorrow is Saturday and there's no school on Saturdays. The boys have a holiday. But I'll make Tom work. That will punish him. കബോർഡിൽ നിന്ന് ജാം കട്ടെടുത്തതിന് അവനെ ശിക്ഷിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെയാണ് ശിക്ഷിക്കുക? എനിക്കറിയാം, നാളെ സാറ്റർഡേ ആണ്, സ്കൂളില്ലാത്ത ദിവസമാണ്, എല്ലാ കുട്ടികൾക്കും അവധിയാണ്. പക്ഷേ ടോമിന് ഞാനൊരു പണി കൊടുക്കും, ഒരു ജോലി കൊടുക്കും. ദാറ്റ് വിൽ പണിഷ് ഹിം. അതായിരിക്കും അവന്റെ ശിക്ഷ. ദ നെക്സ്റ്റ് ഡേ, സാറ്റർഡേ, വാസ് എ ഹോളിഡേ ഫോർ ദ സ്കൂൾ. ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വെർ ഫ്രീ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. ദ സൺ വാസ് ഷൈനിങ് ആൻഡ് ദ ബേർഡ്സ് വെർ സിംഗിങ്. ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ലവ്ലി. ടോം, of course, wanted to go swimming. All other boys were going swimming. ശനിയാഴ്ച അവധി ആയതുകൊണ്ട് ഗ്രാമത്തിലെ കുട്ടികളെല്ലാം ഫ്രീ ആണ്. മനോഹരമായൊരു ദിവസം. പക്ഷികളുടെ പാട്ട് കേൾക്കുന്നു. മരങ്ങളും ചെടികളുമെല്ലാം ഫ്രഷായി നിൽക്കുന്നു. ടോമിനും നീന്താൻ പോകണമെന്നുണ്ട്. മറ്റാൺകുട്ടികളെല്ലാം നീന്താനായി പോകുന്നുണ്ട്. ടോം came sadly out of the house. He held a long brush in one hand. In the other he carried a bucket full of whitewash. His aunt asked him to whitewash the fence. Tom looked sadly at the fence. How high it is! How long it is! He thought. Indeed, the height of the fence was 9 feet and its length was 30 yards. Tom put his brush into the whitewash. He drew it slowly across the fence. It made a very small white mark. Tom tried again. Another very small white mark. Tom sat down and sighed heavily. He took out all the things that he had in his pockets. He had some marbles, some pieces of string, and 2 or 3 broken toys. ശനിയാഴ്ച എല്ലാ കുട്ടികൾക്കും അവധിയാണ്. ടോം വളരെ ദുഃഖത്തോടെ ശനിയാഴ്ച ദിവസം വീടിന് പുറത്തേക്ക് വന്നു. അവന്റെ ഒരു കയ്യിൽ വലിയൊരു ബ്രഷും മറുകൈയിൽ ഒരു ബക്കറ്റിൽ വൈറ്റ് വാഷും ഉണ്ടായിരുന്നു. അവന്റെ ആൻഡ് അവനോട് ഫെൻസിന് വൈറ്റ് വാഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫെൻസ്, വേലി. ടോം ദുഃഖത്തോടെ ഫെൻസിനെ നോക്കി. എന്തൊരു ഉയരത്തിലാണിത്, എന്തൊരു നീളം, അവൻ ചിന്തിച്ചു. തീർച്ചയായും ഈ ഫെൻസിന് 9 ഫീറ്റ് ഹൈറ്റും 30 യാർഡ് നീളവുമുണ്ട്. ടോം ബ്രഷ് വൈറ്റ് വാഷിൽ മുക്കിക്കൊണ്ട് പതുക്കെ ഫെൻസിൽ വരഞ്ഞു. വളരെ ചെറിയൊരു വെളുത്ത വര. അവൻ വീണ്ടും ശ്രമിച്ചു. വീണ്ടും ഒരു ചെറിയ വര. ടോം നെടുവീർപ്പിട്ട് അവിടെ ഇരുന്നു. അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ പതിയെ പുറത്തെടുത്തു. കുറച്ച് കല്ലുകൾ, കുറച്ച് മാർബിൾസ്, പീസസ് ഓഫ് സ്ട്രിങ്സ്, 2-3 പൊട്ടിയ കളിപ്പാട്ടങ്ങൾ. ഇതായിരുന്നു അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. No one will whitewash the fence for these, he thought. No, I must think of a better plan. He thought and thought. Soon he had an idea.
He picked up his brush again and began working hard. Ben Rogers was coming down the street. Tom pretended not to see him. He worked harder than ever. Ben was eating an apple. He looked very happy. He was pretending that he was a big ship and was rolling like one. He gave orders in a loud voice, and the ship obeyed them. He came up to Tom. He rubbed his eyes. "Why, Tom?" he cried in great surprise. "You're working." Tom said nothing. He went on with his whitewashing. He seemed very much interested in his work. "Tom, you're working?" Ben repeated. "ഞാൻ ഈ ചെയ്തതിനൊന്നും ആരും ഫെൻസ് വൈറ്റ് വാഷ് ചെയ്യില്ല." അവൻ ചിന്തിച്ചു. ഒരു ബെറ്റർ പ്ലാൻ കണ്ടെത്തിയേ മതിയാവൂ. അവൻ കുറെ ചിന്തിച്ചു. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി. അവൻ ബ്രഷ് എടുത്തു. ജോലി ചെയ്യാൻ ആരംഭിച്ചു. ബെൻ റോജേഴ്സ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു, അവന്റെ കൂട്ടുകാരൻ. ടോം അവനെ കാണാത്തതുപോലെ നടിച്ചു. അവൻ കൂടുതൽ കഠിനമായി ജോലി ചെയ്തു. ബെൻ ഒരു ആപ്പിൾ കഴിക്കുകയായിരുന്നു. അവൻ വളരെ ഹാപ്പി ആയിരുന്നു. താൻ ഒരു വലിയ കപ്പലാണെന്നും ഒരു കപ്പൽ പോലെ ഉരുളുകയാണെന്നും നടിക്കുകയായിരുന്നു ബെൻ. അവൻ ഉച്ചത്തിൽ കൽപ്പിക്കുകയും ഷിപ്പ് അനുസരിക്കുകയും ചെയ്തു. അവൻ ടോമിന്റെ അടുത്തേക്ക് അങ്ങനെ കളിച്ചു കൊണ്ടുവന്നു. കണ്ണു തിരുമി അവനോട് വളരെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, "ടോം, നീ ജോലി ചെയ്യാണോ?" ടോം ഒന്നും പറഞ്ഞില്ല. അവൻ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ ജോലി ചെയ്യുന്നത് വളരെ ഇഷ്ടത്തോടെയാണെന്ന് കണ്ടാൽ തോന്നും. "ടോം, നീ ജോലി ചെയ്യുകയാണോ?" എന്ന് ബെൻ വീണ്ടും ചോദിച്ചു.